അറക്കലപ്പൂല് ഇത് അറക്കല. ആട് 3 നടക്കുന്നുണ്ടോ? ആട് 3 ഉണ്ട്. ആട് 3 ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ചുമ്മാ അല്ല കേട്ടോ. റോണക്സിനോട് പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഇതിലും ആ സെക്കൻഡ് ചാൻസ് തന്നെയാണോ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നീ 1 മാർക്കിൽ ഉത്തരം പറയരുത്. ചേട്ടാ പറ. ഇത് പറഞ്ഞ പോലെ തന്നെ എന്റെ സിനിമയിലേക്കുള്ള എൻട്രി തന്നെ സെക്കൻഡ് ചാൻസ് തന്നെയാണ് ഏറ്റവും എക്സൈറ്റ് ചെയ്തത്. എനിക്ക് ബുദ്ധിയില്ലാത്തോണ്ട് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഇതിലല്ല തുടങ്ങിയത്, സിനിമയിൽ തുടങ്ങിയിട്ട് ഇതിലേക്ക് പോയതാണ്. സണ്ണി ബേസിക്കലി ഒരു മുത്താണ്. ഞാൻ പുള്ളിയുടെ കാശ് കടം ചോദിച്ചിട്ടില്ല, പക്ഷേ പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ കാശ് ചോദിച്ചാൽ പുള്ളി ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും കാശ് കൊടുക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മറിമായ എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിക്കൊക്കെ ഒരാൾ പോകുന്നത് പോലെ മാസ ശമ്പളം കിട്ടുന്നത് പോലെയുള്ള ഒരു പരിപാടി. ഇപ്പൊ കുറച്ച് റിച്ച് ക്യാരക്ടേഴ്സ് അടുത്ത് റിച്ച് ആവുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജയ്. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഒരു പുതിയ ചിത്രം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് സൈജു കുറുപ്പ്, അപർണ ദാസ്, മണികണ്ഠൻ ചേട്ടൻ ആൻഡ് ഫെബി. സോ 4 പേർക്കും വെൽക്കം. താങ്ക് യു. ഈ ശരിക്കും പറഞ്ഞാലേ ഈ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഡെസ്റ്റിനി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ ഭയങ്കര വിശ്വാസമുണ്ടോ 4 പേർക്കും? ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ ഒരു മൂമെന്റ്സ്, റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം? പിന്നെ എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതായത് ഭഗവതി കാവ്യൽ വച്ചു എന്ന് പറഞ്ഞ പാട്ട്, എൻ്റെ ഫസ്റ്റ് പടത്തിലെ പാട്ട് പാടിയിട്ട് എം ജി ശ്രീകുമാർ സാർ ട്രിവാൻഡ്രത്ത് എത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ എയർടെലിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യുന്നതും അദ്ദേഹം എന്നെ കാണുന്നതും പുള്ളിയുടെ മനസ്സിൽ തോന്നുക ഇങ്ങനത്തെ ഒരാളാണല്ലോ ഹരിയൻ സാർ പറഞ്ഞത് ഹീറോ ആയിട്ട് പുതിയൊരാളെ വേണമെന്ന്. അങ്ങനെ എന്തൊക്കെ പറയുന്നതും ഞാൻ ഓഡിഷന് പോകുന്നത്. അതെ, എന്നാൽ കണക്ഷൻ കൊടുക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കണോ? മണിയൻ ചേട്ടനുണ്ടോ അങ്ങനെ? അങ്ങനെ ഉണ്ടോ? എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവില്ലേ. അങ്ങനെ നമുക്ക് പറയാവുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ടാവും. എനിക്ക് മനോഹരത്തില് എന്നെ ആദ്യം വിളിച്ചത് ഒരു ചെറിയൊരു വേഷത്തിനാണ്, ഒരു സീനുള്ള ഒരു ക്യാരക്ടറിനാണ് വിളിച്ചത്. അപ്പോഴാണ് വേറൊരു സിനിമയില് നായികയുടെ സിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ പടം ത്രൂ ഔട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ രണ്ടും ഒരേ സമയത്താണ് ഷൂട്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമായിരുന്നു. അപ്പൊ അതും അത്യാവശ്യം അറിയുന്ന ആൾക്കാരുടെ സിനിമയാണ്. ഇത് വിനീത് ശ്രീനിവാസൻ. അപ്പൊ എനിക്ക് വിനീതേട്ടനെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിൽ വിനീതേട്ടനെ കാണാൻ പറ്റുമെങ്കിൽ ഒരു സീനെങ്കിലും മതി. അപ്പൊ എല്ലാരും പറഞ്ഞു അതെടുത്തു, അതിലാണല്ലോ സ്ക്രീൻ സ്പേസ് കൂടുതൽ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇത് വിനീതേട്ടനെ മതി എന്നുള്ളതാണ്. എന്നിട്ട് അങ്ങനെ ഞാൻ ഇത് ഓക്കെ എന്ന് പറഞ്ഞു, അത് നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഒരു ദിവസം ഞാനിങ്ങനെ വൈകിട്ട് നാമം ജപിച്ച് ഭസ്മൊക്കെ തൊട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അനിയൻ പറഞ്ഞു, വാ ഒരു ഫോട്ടോ എടുത്തരാം. അവൻ ഏതോ ഒരു ക്യാമറ കിട്ടി, ഫോട്ടോ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യ. ഇല്ല വാ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തിയൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ ഓക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. ആ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇവർക്ക് എന്നാ പിന്നെ നായികയായിട്ട് അപർണേനെ കാസ്റ്റ് ചെയ്താലോ എന്ന് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആണ് മനോഹരത്തിൽ നായികയായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പം ഞാൻ അതില് ഹീറോയിന്റെ സിസ്റ്റർ ആയിട്ട് പിന്നെ ചിലപ്പം അറിയില്ല എന്താ എങ്ങനെയാ. ആ പടം ഇല്ല, വർക്കായില്ല. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. മനോഹരം ഉണ്ടോ ഫസ്റ്റ് പടം ഇപ്പൊ റിലീസിനെത്തുക? അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും മൊത്തത്തില് ഇതിന്റെ ട്രെയിലറിലൊക്കെ വരുമ്പോഴേ ഇപ്പം ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു എലമെന്റ് വരുമ്പോൾ എപ്പോഴും നമ്മൾ പറയാം, ഇപ്പോൾ ഗോഡ് ഒരു ഫാന്റസി എലമെന്റ്സ് വരുമ്പോൾ ഈ സെക്കൻഡ് ചാൻസിന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവും അതിനകത്ത്. ഇതിലും ആ സെക്കൻഡ് ചാൻസ് തന്നെയാണോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ? അങ്ങനെ പറയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറയാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നീ 1 മാർക്കിൽ ഉത്തരം പറയരുത്. ബ്രീഫ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ബ്രീഫായിട്ട് കുറച്ചുകൂടെ വലുതാക്കുക. സാറില്ല, അത് ആലോചിച്ചോ? സഹിച്ചിട്ടാ പറ, എന്തായിരുന്നു ശരിക്കും ആ സെക്കൻഡ് ചാൻസ് തന്നെയാണ് ഏറ്റവും എക്സൈറ്റ് ചെയ്തത് ഇതിനകത്ത് പറഞ്ഞ? ഈ എന്താണ് ഫെബി പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അല്ല, മേ ബി
സെക്കൻഡ് ചാൻസ് നമുക്ക് ജീവിതത്തിൽ പക്ഷേ എപ്പോഴാണ് നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടുന്നതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം പറ്റാറുണ്ട്. പക്ഷെ നമ്മുടെ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ദ ഹൈലൈറ്റ്, വൺ ഓഫ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് സ്റ്റോറി. അതാണ് ഒന്നും ബ്രീഫ് ചെയ്യാത്ത. പക്ഷേ ഇല്ല, നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ദൈവം ഒരാളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് സാധനമാണ് അല്ലേ, പോസിറ്റിവിറ്റിയുടെ ഒരു കേന്ദ്രമാണ്. അപ്പം ദൈവം വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ, സംഭവിക്കാൻ പാടുള്ളൂ. തുടക്കം തൊട്ട് ക്ലൈമാക്സ് വരെയും ടെയിലിൻ്റെ വരെയും. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ പടം ഇങ്ങനെ ഫാൻറ്റസി ജോണറാണ്, ഗോഡിനെ പറ്റിയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ആൻറ്റിസിപ്പേഷൻ കാണില്ല. ഇപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് സണ്ണി വെയിൻ ഗോഡായിട്ട് അഭിനയിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് സണ്ണി വെയിൻ വരുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും, അത് സോൾവ് ചെയ്യപ്പെടുവാണ്, ദൈവം വന്നിട്ട് അനുഗ്രഹിക്കുകയോ വരം തരുവോ വോട്ടെവർ. ഓക്കെ അല്ല, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ലേ? ഇതായിരിക്കും സിനിമ അല്ലേ? ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഇസ് ദ സ്റ്റോറി നമുക്കറിയില്ല. ബട്ട് വി ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് വൺസ് ഗോഡ് കംസ് ഇൻ ടു യുവർ ലൈഫ് എല്ലാം സോൾവ് ആകും എന്നുള്ളത്. അപ്പം നമ്മുടെ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെയാണ് പോകുന്നത് സത്യം പറയട്ടെ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപർണക്ക് എന്താ മനസ്സിലായി ഇതിനകത്ത്? എനിക്ക് പറയാനുള്ളത് ബ്രോ സംഭവം ബ്രോ പറഞ്ഞതിനകത്ത് തന്നെ ഇതിനകത്ത് ഒരു സാധനം ഉണ്ട്, അതാണ് നമുക്ക് ബ്രീഫ് ചെയ്ത. ഇവർ കുറച്ച് ബുദ്ധിയുള്ള കൂട്ട ആണ് തോന്നുന്നു. കുറച്ച് എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഇവർക്കൊക്കെ. എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ലല്ലോ. ഓക്കെ, വേറെ ചോദ്യം. എന്തായാലും കാണുന്ന ഏതൊരു ആൾക്കാർ ഒരു പോസിറ്റീവ് സാധനം അടിച്ചിട്ടോ ലാസ്റ്റ് ഇറങ്ങി തോന്നി. അല്ല ശരിക്കും പറയല്ലേ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ജോണർ പടം വരുമ്പോ എല്ലാരും ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സിമിലർ ആയിട്ട് പറയാ ഓ മൈ കടവുലെ. കാരണം ഓ മൈ കടവുലായിരുന്നു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ടു ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടും അതേസമയം എന്റർടൈനിങ് ആയിട്ടും കണ്ടന്റ്ഫുള്ളിയും ഇതായിട്ട്. സോ അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ലുക്ക് ഒക്കെ വരുമ്പോൾ ഇതെന്താ ഓ മൈ കടവുലയുടെ ഒരു സിമിലർ ലൈൻസ് വരുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൽ നിന്ന് എത്ര മാത്രം ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഒരു മതത്തിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടില്ല, ഒരു ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ആ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത് ഗോഡ്. ഈ ഓ മൈ കടവുലയുടെ റീമേക്ക് ആണോ ഓ മൈ ഗോഡ്? അത് ഫസ്റ്റ് വന്നു, വേറെ പടം, ഐ മീൻ വേറെ സ്റ്റോറീസ് അല്ലേ? അത് ഫസ്റ്റ്, പിന്നെ അതിന്റെ സെക്കൻഡ് വന്നു. ഒരേ ദേവിയുടെയാണ് റീമേക്ക്. സെക്കൻഡിനകത്ത് ആക്ച്വലി ഓ മൈ ഗോഡ് എന്ന പേരുണ്ടെങ്കിൽ അതിനകത്ത് ശിവന്റെ ഒരു പരിപാടി രീതിയിലാണ് പോയേക്കുന്നത്. ഇപ്പൊ സിനിമാക്കാരനായിട്ട് സിനിമയുടെ ഉള്ളിൽ അഭിനയിക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഞാനിൻ്റെ അകത്തൊരു സംവിധായകനായിട്ട് അഭിനയിക്കുന്നത് ഒരുപാട് സംവിധായകരെ, അപ്പം ഞാൻ എത്ര മൂവീസ് ചെയ്തു അത്രയും സംവിധായകരെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അവരുടെ ആരുടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമുക്കൊരു ഇംപ്രൊവൈസേഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ സിനിമയിൽ ഷൂട്ടിംഗ് സെറ്റോ അങ്ങനത്തെ ഉള്ളതൊന്നും കാണിച്ചിട്ടില്ല. ഇയാളുടെ പ്രൊഫഷൻ സംവിധാനമാണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ സിനിമ ഷൂട്ടിങ്ങോ അങ്ങനെയുള്ളതൊന്നും പറയുന്നില്ല. അപർണയുടെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ സൈജാൻ്റെ വൈഫ് ക്യാരക്ടറാണ്. പുള്ളി ഇങ്ങനെ സിനിമയുടെ കാര്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ സാധാരണ ടൈം കിട്ടാത്ത, വീട്ടുകാരെ നോക്കുന്നില്ല എന്നൊക്കെ പ്രശ്നമുള്ള, നിങ്ങൾ ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും അങ്ങനെ ആവുന്ന. പക്ഷേ പുള്ളിക്കാരി കുറേ എന്താ പറയുക, കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അതായത് ഈവൺ ഇൻ ഹിസ് ലൈഫ് ആണെങ്കിലും കുറെ കാര്യങ്ങൾ അല്ലെ ഷീ ഹാസ് ഡൺ എന്നുള്ള രീതിയിൽ വാട്ട് എവർ ഷീ സെഡ് വാസ് റൈറ്റ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ മാണിച്ചേട്ടൻ്റെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് ഉള്ള ഒരാളെയൊക്കെ പോലെ ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞങ്ങൾ ഡെയിലി കാണുന്ന ഒരാളാണ്. അപ്പം സിനിമയിലേക്ക് വരുമ്പോഴേ ഇപ്പോൾ ഭയങ്കര ചെറിയ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളെ കുറച്ച് സിനിമ ഉള്ളെങ്കിൽ ആ സിനിമ എപ്പോഴും ഭയങ്കര റിമാർക്കബിൾ ആയിട്ട് നിൽക്കാറുണ്ട്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഗിരീശ്വരിയുടെ സിനിമയിൽ ഇപ്പോൾ താരതമ്യേന കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷം വന്നത്, പക്ഷെ എന്നാൽ അതിൻ്റെ കട്ടുകളും റീലുകളും ഒക്കെ ഇതൊക്കെ കാണാറുണ്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ? കാണാറുണ്ട്. പിന്നെ എന്തോ ഒരു കിട്ടുന്ന ഇനിയും സിനിമകൾ ചെയ്യാനുള്ള കമന്റുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അതിലെന്തൊരു പ്രത്യേകത ഉള്ളത്. പിന്നെ അതൊക്കെ ആസ്വദിക്കാറുണ്ട്. പിന്നെ
പിന്നെ ഒന്നുമില്ല. പിന്നെ നീ ചോദിച്ചോ. അല്ല, രണ്ട് പാലക്കാടുകാർ ഒരുമിച്ച് ഇരിക്കുമ്പോ എങ്ങനെയാ നിങ്ങൾ സംസാരിക്കുന്നത്? ഞങ്ങൾ ഇപ്പോഴാണ് ഒരുമിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി പടത്തിലൊന്നും ഒരുമിച്ച് ഇല്ല. ഇന്നാണ് ഞാൻ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. മൊത്തം റിവീൽ ചെയ്യാണല്ലോ നമ്മുടെ Oh my God. ഇല്ല, ഇത് അത് കുഴപ്പമില്ലല്ലോ, അത് കുഴപ്പമുണ്ടാവില്ലല്ലോ. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവൻ മൊത്തം സ്റ്റോറി മനസ്സിലാക്കി കാണും. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇന്നാണ് കാണുന്നത്. നമ്മളതിന് ഇൻ ടു ദ കോൺവെർസേഷൻ ടോപ്പിക്സിലേക്ക് എത്തിയിട്ടില്ല. പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും പാലക്കാടാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയില്ല. ഇപ്പൊ സായിച്ചേട്ടാ, ഇപ്പൊ ഓരോ സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കഥകൾ കേൾക്കുമ്പോഴത്തേക്കും ഇപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് സിമിലർ ആയിട്ട് ലൈൻസ് വരുമ്പോഴത്തേക്കും നോ പറയാറുണ്ടോ? എങ്ങനെയാ? അത് പറയാറുണ്ട്. പിന്നെ ക്യാരക്ടറൈസേഷൻ, എൻ്റെ ക്യാരക്ടറൈസേഷനും ഒരു റിപ്പീറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നോ പറയാറുണ്ട് ഒരു പരിധി വരെ. ഇപ്പൊ കുറച്ച് റിച്ച് ക്യാരക്ടേഴ്സ് അടുത്ത് റിച്ച് ആവുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് ഞാൻ. അതും ഈ പറഞ്ഞ അത് മീൻസ് ഓൾമോസ്റ്റ് ഒരു തമാശക്കാണെങ്കിൽ കൂടെ അതും ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇല്ല, അത് ഈ ട്രോളൊന്നുമില്ലേ, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒരു ഐ മീൻ കാശില്ലാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് റിച്ച് അല്ല, അതായത് റിച്ച്നെസ് ആ അപ്പിയറൻസ് ഈ കോസ്റ്റ്യൂംസിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ നല്ല വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷെ കഥാപാത്രങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു 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 നല്ല വിശ്വാസ്യത ഉള്ളത് കൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി സംഗതി ഉണ്ടല്ലോ. അതുണ്ട്. എന്നാലും പേര് കടക്കണി സ്റ്റാർ, പിന്നെ വേറെ കൺവിൻസിംഗ് സ്റ്റാർ. അടുത്ത് ഞാൻ ഒരു പേര് ക്ലാഷ് സ്റ്റാർ. ക്ലാഷ് അത് മറ്റേ ഗോട്ടിന്റെ ഒപ്പം ഭരതനാട്യം ഇറക്കി ഇപ്പൊ എംബ്രാന്റെ ഒപ്പം ഭരതനാട്യം ഇതിലൂടെ ഇറങ്ങി ഗോട്ട് ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഈ ക്ലാഷ് സ്റ്റാർ അത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അഭിലാഷ വന്നിട്ട് കുറെ പേർക്ക് ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ട് അത് കുറച്ചുകൂടെ ആക്ച്വലി വേറെ റിലീസ് ഡേറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അപ്പൊ സഹിച്ചിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ തോന്നുന്നു. ഇത് നമുക്ക് അറിയില്ല ഇതിന്റെ വാസ്തവം എന്താന്നുള്ളത്. ഇപ്പം നമ്മള് ഭരതനാട്യം അല്ലെങ്കിൽ അഭിലാഷോ പിന്നെ നമ്മൾ റിലീസ് ചെയ്താൽ ഇത് നമുക്കിങ്ങനെ സമാധാനിക്കാം, സന്തോഷിക്കാം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ഒരുപക്ഷെ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ പടങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ബിഗർ ഹിറ്റ്സ് ആയിരുന്നൊക്കെ നമുക്ക്. പക്ഷെ അറിയില്ലല്ലോ, നമുക്ക് പ്രാക്ടിക്കലി അത് പോസിബിളും അല്ലല്ലോ. ഓൾറെഡി ആ സമയത്ത് ഇറക്കിയത് കാരണം പിന്നെ സമാധാനിക്കാം, നമുക്ക് സന്തോഷിക്കാം. ആൾക്കാർ നല്ലത് പറയുന്നത് ശരിക്കും എല്ലാരും ഭയങ്കരമായിട്ട് തിയേറ്ററിൽ പറഞ്ഞ പോലെ അത്രയും ഇത് വന്നില്ല. അത് ഇപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അഭിലാഷം ആക്ച്വലി ഞങ്ങൾക്ക് ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് കിട്ടി. അത് ചിലപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അതിശയമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പറയപ്പെടാവുന്ന ഒരു വലിയ പടം വന്നിരുന്നത് കാരണം കോൺസെൻട്രേഷൻ മൊത്തം അങ്ങോട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞങ്ങളുടെ പടം വേറെ റിലീസ് ആവുന്നത് കൊണ്ട് ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്ക് മൈ ഷോയിൽ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററുകാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, നമ്മൾ തിയേറ്റേഴ്സിൽ പോയിരുന്ന ആ സമയത്ത് നമുക്ക് ഒരുപാട് ഹൗസ്ഫുൾ ഷോസും പിന്നെ നിയർലി ഹൗസ്ഫുൾ ആയിരിക്കുന്ന ഷോസും, അതായത് ആദ്യത്തെ 2 റോയൊക്കെ കാലി, അങ്ങനത്തെ ഷോസൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അവിടെ എറണാകുളത്ത് PVR 2 PVR ഫോറമോളിലെയും ലുലുവിലെയും PVR ശോഭ സിറ്റി ഐനോക്സിൽ, കോർണേഷൻ കോഴിക്കോട്, ട്രിവാൻഡ്രം ബൈപ്പാസിലുള്ള ലുലുവിലുള്ള PVR, നമുക്ക് പെരിന്തൽമണ്ണ വിസ്മയ സിനിമാസിൽ. ഞാൻ പറയണേ ഇതൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നേരിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ വളാഞ്ചേരി പോലത്തെ സ്ഥലത്തും ഒക്കെ നമുക്ക് കോട്ടയ്ക്കൽ അവിടെയൊക്കെ നമുക്ക് ഹൗസ്ഫുൾ ഷോസ് കിട്ടിയായിരുന്നു. സോ ഭരതനാട്യത്തിനേക്കാളും കൂടുതൽ ഷെയർ തിയേറ്ററിൽ നിന്ന് അഭിലാഷത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് വാസ്തവം. അപ്പം അഭിലാഷം ഇനിയിപ്പം OTT വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയോ, എനിക്ക് വളരെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും ഭരതനാട്യത്തിന് ഉണ്ടായ പേരിന്റെ അത്രയെങ്കിലും മിനിമം ഉണ്ടായിരിക്കും അഭിലാഷത്തിന്. ഈ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ
മറിമായ കമ്മിറ്റ്മെന്റ് കാരണം നോ പറഞ്ഞ സിനിമകളുണ്ട് ശരിക്കും? ഇപ്പൊ ഇല്ല, ഇപ്പൊ അടുത്ത സമയങ്ങളിലൊന്നുമില്ല. തുടക്കമൊക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു. അന്നൊക്കെ എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ദിലീപേട്ടനൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടുകാരായിട്ടൊരു 3-4 പേര് ആള് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടും. പിന്നെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ ചില സിനിമയ്ക്ക് വിളിക്കുമ്പോൾ വളരെ ചെറിയ സംഗതികളാവും, പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഒഴിവായിട്ടുണ്ട്. വെച്ചാൽ സിനിമ വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെ എൻ്റെ ഒരു തരം ഒരു ഉഴപ്പ് പരിപാടിയുണ്ട്. അപ്പോൾ അതും പിന്നെ മറിമായ എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിക്കൊക്കെ ഒരാൾ പോകുന്നത് പോലെ മാസ ശമ്പളം കിട്ടുന്നത് പോലെയുള്ള ഒരു പരിപാടി അവിടെ സാധ്യമാണെന്നുള്ളത് കൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്താണ് വീട്ടിൽ സ്ഥിരം വരുന്ന അതിഥിയാണ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിലല്ല തുടങ്ങിയത്, സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിലേക്ക് പോയതാണ്. 2000 ഒക്കെയാണ് സിനിമ. മീശമാധവനൊക്കെ 2001 ഒക്കെയാണ് മീശമാധവൻ, പട്ടാളമ്മ സിനിമകളിലൊക്കെ, ലാൽ സാറിൻ്റെ ഒക്കെ ലാലുചേട്ടൻ്റെ സിനിമകളിലൊക്കെ കുറെ അങ്ങനെയുള്ള നാടകത്തിന് 2000 മറ്റേ സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയത്. ഇപ്പൊ ശരിക്കും റിലീസിനൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താ പൊതുവേ ഉള്ളൊരു ഫീല്, എന്തായിരിക്കും ഇതിന്റെ ജോണർന്ന് ആളുകളൊന്നും അറിയിക്കണമല്ലോ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പരിപാടിയൊക്കെ എങ്ങനെയാ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ പടത്തിന്റെ പേരിൽ തന്നെ ജോണർ ഉണ്ട്. ഫാന്റസി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഇതിന്റെ ട്രെയിലർ കണ്ടാലും ഒക്കെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് മനസ്സിലാവും ഒരു ആളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ്. പിന്നെ ഈ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ദൈവം എന്ത് പറയുന്നു, സണ്ണിവേനായിട്ടൊരു ലോങ് ടേം ഒരുപാട് സിനിമകളായി. അതെ അതെ, ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ കൂടെ അഭിനയിക്കും? ഈ സണ്ണിയായിട്ട് അഭിനയിക്കുമ്പോഴോ, സണ്ണിയായിട്ട് ആക്ച്വലി ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പോക്രി സൈമൺ, ആൻമറിയ കലിപ്പിലാണൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സണ്ണി ബേസിക്കലി ഒരു മുത്താണ്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. സണ്ണിയോട് നമുക്ക് എന്തും പറയാം, സണ്ണി നമുക്ക് വഴക്ക് പറയാം, മനസ്സിലായില്ല? അതായത് പുള്ളിക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല. അതായത് പുള്ളി നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നമ്മൾ എന്ത് ചെയ്താലും പുള്ളിക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ പുള്ളിയുടെ കാശ് കടം ചോദിച്ചിട്ടില്ല, പക്ഷേ പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ കാശ് ചോദിച്ചാൽ പുള്ളി ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും കാശ് കൊടുക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഒരു മൊത്തത്തിൽ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ടൈം സ്പെൻഡ് ചെയ്യലും നടക്കും, വർക്ക് നടക്കും. ഒരു ഹിറ്റ് ജോഡി ഭാഗ്യമുണ്ട് കുറച്ച് സിനിമകൾ. അതെ, അപ്പം കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു നമ്മൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്, ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആട് 3 നടക്കുന്നുണ്ടോ? ആട് 3 ഉണ്ട്. ആട് 3 മെയ് പകുതി നമ്മൾ തുടങ്ങും. ക്രിസ്മസ് റിലീസാണ്. ഇത് അറക്കല ബുലുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതേ ചുമ്മാ അല്ല കേട്ടോ. റോണക്സിനോട് പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആ ഒരു അവിടുത്തെ മുടി ഇങ്ങനെ അത് കറക്റ്റായിട്ട് അങ്ങനെ ആവുന്നു. അടിപൊളിയായി വരും. അപ്പോൾ പറഞ്ഞ പോലെ May 16 ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ. താങ്ക് യു.